മലയാളത്തിന്റെ മാർട്ടിൻ സ്കോർസീസ്, മലയാളത്തിന്റെ സത്യജിത് റായ്, മലയാളത്തിന്റെ സ്പിൽബർഗ്, മലയാളത്തിന്റെ നോളൻ എന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. ആകെ എടുത്തത് 4 സിനിമകളാണ്. അതിൽ 2 നാഷണൽ അവാർഡും 1 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. ഈ മലയാളി സംവിധായകൻ പിന്നീട് കോഴിക്കോട് ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് വീണ് മരിക്കാണ് ഉണ്ടായത്. ജോൺ എബ്രഹാം. ഇന്ന് ആ ജോൺ എബ്രഹാമിന്റെ പേര് കേൾക്കുമ്പോൾ വേറെ പല നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഈ ജോൺ എബ്രഹാമിനെ അറിയുന്ന ഒരു ജനറേഷൻ കേരളത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുത്തഴിഞ്ഞ ജീവിതം പോലെ തന്നെ കുത്തഴിഞ്ഞ സിനിമ എടുക്കാം. കളർ സിനിമകൾ വാണിരുന്ന സമയത്ത് മൂപ്പരെടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല. കാരണം പൈസ ഇല്ലേ, കടം മേടിച്ചും സംഭാവന നടത്തിയിട്ടാണ് സിനിമ എടുത്തത്. ഒരിക്കലും റൂമിൽ രാത്രി മദ്യവെച്ച് കയറി വന്നപ്പോൾ ഈ പോക്കറ്റിൽ നിന്ന് നേരെ ഈ നനഞ്ഞ ഈ നോട്ടുകളും തുണ്ടുകളൊക്കെ മൂപ്പരെടുത്ത് മറ്റേ ജനവാതിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞ് നേരെ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം മൂപ്പരെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിയാം, പോക്കറ്റിൽ പൈസ ഇടുന്ന മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. അതേ ക്വാളിറ്റിയുള്ള മൂവീസാണ്, നാഷണൽ അക്രഡിറ്റഡ് മൂവീസാണ് മൂപ്പർ ഒക്കെ എടുത്തിട്ടുള്ളത്. ഈവൻ അവസാനത്തെ അമ്മ അറിയാൻ